നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നമ്മുടെ മണിക്കുട്ടിയുടെ ഒരു മോളുട്ടീനെ കൊടുത്തയക്കാൻ പോവാണ് കേട്ടോ. അത് ഞങ്ങൾ താമരശ്ശേരി ചുരത്തിൻ്റെ അവിടെ അടിവാരം എന്ന് പറഞ്ഞാൽ ചുരം സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് അടിവാരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്കാണ് കൊടുത്തയക്കണത്. അപ്പോൾ നമ്മുടെ കൊറിയർ സർവീസിനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു 12 മണിയോട് കൂടി നമ്മുടെ ടൗണിൽ വരും. അപ്പോൾ ഈ കുട്ടീനെ അവിടെ കൊണ്ടു കൊടുക്കണം. ആ സമയത്താണ് അവർ ട്രാൻസ്പോർട്ട് അവിടെ വരിക. അപ്പോൾ ഒരു 12 മണിയോട് കൂടിയിട്ട് മണിക്കുട്ടിയുടെ ഒരു മോളും കൂടി പോകട്ടാം. ഇനി ആർക്കെങ്കിലും കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണേ. ഇനിയും കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ഉള്ളവർ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഞങ്ങളുടെ നമ്പർ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. കമൻറ്റിൽ ഇട്ടാൽ മതി, ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. ഓടി വന്നല്ലോ, പപ്പ വിളിച്ചപ്പോൾ ഓടി വന്നു. മോളുട്ടി പോവാട്ടെന്ന്, മോളുട്ടി പോവാട്ടാ. അമ്മേനെ കാണാനില്ല, കുട്ടിയുടെ അമ്മേനെ കാണാനില്ല. അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് പോവായിരുന്നു. നമുക്ക് മൂത്തൊഴിച്ച് അപ്പിയിലിട്ട് പോവായിരുന്നു. തുള്ളി പാല് എടുക്കണം. ഉണ്ണിമോളിൻ്റെ കാര്യമാണ്, അഞ്ചിൻ്റെ കാര്യമാണിത്. ചെറിയ പപ്പ തുള്ളി പാലെടുക്കട്ടെ കേട്ടോ. അവിടെ ഇരുന്ന് തുള്ളി പാലെടുക്കട്ടെ കേട്ടോ. എന്താ ഇവിടെ പാല് ഇങ്ങോട്ട് വാ ഇവിടെ ഓടി വന്നു. പാല് കണ്ടപ്പോ ഓടി വന്നു. അമ്മ വന്നുണ്ടോ ഇവിടെ കുട്ടിയുടെ? അമ്മ വന്നില്ല. അമ്മ എവിടേക്ക് പോവുകയാണോ? മോളുട്ടിക്ക് അപ്പോൾ ഞങ്ങൾ പാല് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്നൊരു ലോങ് ജേണിക്കാണ് പോണത്. ഇവിടെ അടിവാരം എന്ന് പറഞ്ഞ സ്ഥലം കോഴിക്കോട് ജില്ലയുടെയും വയനാട് ചുരമല്ലേ, താമരശ്ശേരി കഴിഞ്ഞിട്ട് ആ ചുരത്തിൻ്റെ അടിവാരത്താണ് അവൾ പോണത്. അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്പനിക്കാർ പറഞ്ഞ ഇവിടുന്ന് ഒരു മണിക്ക് കൊടുത്താൽ രാത്രി 10 മണിയൊക്കെ അവിടെ എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് പാലൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ കൊടുത്ത് വിടുന്നത് കേട്ടോ. അവൾ കൊട്ടയിൽ ആക്കി ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കമൻസുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് കമൻസുകളൊക്കെ വരുന്നുണ്ട്. അതിൽ 1-2 കമൻസുകൾക്കുള്ളൊരു മറുപടി ഞങ്ങളിതിൽ പറയാമെന്ന് കരുതി. അതിൽ മെയിനായിട്ടുള്ളൊരു കമൻറ്റുകൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെ ഇപ്പോൾ തന്നെ കൊടുത്തു വിടണത്? പിന്നെ അമ്മയ്ക്ക് വിഷമാവില്ലേ ഇപ്പോൾ തന്നെ കൊടുത്തു വിട്ടാൽ? പിന്നെ 2 മാസമെങ്കിലും മിനിമം കുട്ടികൾക്ക് പാല് കൊടുക്കണം എന്നിങ്ങനെയുള്ള കമൻറ്റുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, മണിക്കുട്ടീനെ ഞങ്ങൾക്ക് കിട്ടിയ കഥ ഞങ്ങൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മണിക്കുട്ടി ശരിക്കും ഞങ്ങളുടെ വീട്ടിലെ പട്ടിയല്ല. അവൾ വേറൊരു വീട്ടിലെയാണ്. പിന്നെ അവരതിനെ നോക്കാതെയായി അവളിങ്ങനെ തെരുവ് പട്ടിയുടെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഇട്ടൊക്കെയുള്ളൊരു അവസ്ഥയിലാണ് ഞങ്ങൾ അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വരുവും അതൊക്കെ ആയിട്ട് ഇവിടെ വന്ന് അവൾ പ്രസവിച്ചത്. അപ്പോൾ അവൾ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവില്ല. അവളിങ്ങനെ പുറത്തൊക്കെ കറങ്ങി നടക്കും. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ നടന്നു തുടങ്ങിയപ്പോൾ അവൾ പോണതിൻ്റെ പിന്നാലെ നമ്മുടെ കുട്ടികളും പോയി തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലൊരു റോഡാണ്. അപ്പോൾ മണിക്കുട്ടിയാണ് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കുട്ടികളും റോട്ടിലേക്ക് ഇറങ്ങുക. അപ്പോൾ വാഹനങ്ങളൊക്കെ വന്ന് അവരെ തട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊന്ന്. പിന്നെ ഈ ഞങ്ങളുടെ ഒരു സൈഡിൽ വീടിന് മതിലില്ല, അതിൽ കൂടി അവർക്ക് പുറത്ത് പോകാൻ പറ്റും. അതിൽ കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മറ്റുള്ള തെരുവ് പട്ടികളോ അല്ലെങ്കിൽ കുറുക്കന്മാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് ആ കുട്ടികളെ ഉപദ്രവിച്ചിട്ട് അവർക്ക് ജീവഹാനിയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ 1-2 കാര്യങ്ങളുണ്ട്. പിന്നെ ഈ മണിക്കുട്ടി അവളുള്ളത് 2ാമത്തെ പ്രസവമാണ്. ആദ്യത്തെ പ്രസവം ഞങ്ങളുടെ തൊട്ടപ്പുറത്തൊരു വീട്ടിലെ വിറക് വരയിലാണ് പ്രസവിച്ചത്. അതിപ്പോൾ ഒരു 5-8 മാസം മുന്നേ അവൾ പ്രസവിച്ചത്.
അതിൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടികളെ ഒന്നിനെ അവൾക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ഈ നടന്നു തുടങ്ങുന്ന പ്രായമാകുമ്പോഴേക്കും എന്തൊക്കെയോ വന്ന് വേറെ ജന്തുക്കൾ വന്ന് ആ കുട്ടികളെ ആക്രമിച്ചു, മുറിവേൽപ്പിച്ച്, അങ്ങനെ അവറ്റൊക്കെ മരിച്ചുപോയി. എനിക്ക് തോന്നുന്നു കുറുക്കനാണോ ഇനി വേറെ തെരുവ് പട്ടികളാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ കുട്ടികളിങ്ങനെ പുറത്തേക്കൊക്കെ നടന്നു പോയാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ നോക്കാനൊന്നും ആർക്കും പറ്റില്ല. ഞങ്ങളുടെ കോമ്പൗണ്ടിലുള്ളപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ആ കുഞ്ഞുങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങിപ്പോയാൽ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ കുഞ്ഞുങ്ങൾ അങ്ങനെ പുറത്തേക്കൊക്കെ പോയി തുടങ്ങണമെങ്കാട്ടി മുന്നേ എത്രയും പെട്ടെന്ന് അവരെ പൊന്നു പോലെ നോക്കണ ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ കയ്യിൽ ഏൽപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത് കേട്ടോ, ഇങ്ങനെ കൊടുത്തയക്കുന്നത്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ കൊടുത്തയച്ചവരൊക്കെ അവരെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അവരുടെ വീഡിയോസും ഇതൊക്കെ ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. പിന്നെ വേറൊരു ചോദ്യം വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഇത് തന്നെയാണ്, ഇവരെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നവർ അവരെ നന്നായി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളവരൊക്കെ അവരെ പൊന്നു പോലെ തന്നെ നോക്കുന്നുണ്ട്. അവരൊക്കെ ആഗ്രഹിച്ച് ഇഷ്ടത്തോടു കൂടി കൊണ്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അവരായിട്ടൊക്കെ കോണ്ടാക്റ്റ് ഉണ്ട്. അവർ വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ കമൻറ്റുകളെ കുറിച്ച് പറയാനുള്ളത്. ഞങ്ങൾ നമ്മുടെ മോളൂട്ടീനെ അവർക്ക് ട്രാൻസ്പോർട്ട് കമ്പനിക്ക് കൊടുത്തിട്ട് തിരിച്ചു വന്നു. ആ സമയത്ത് അവർക്ക് കൊടുക്കോളം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല മഴയൊക്കെ ആയിട്ടാണ്. പോകുമ്പോൾ മണിക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ നോക്കി. സാധാരണ ഞങ്ങൾ മണിക്കുട്ടീനെയൊക്കെ ഒന്ന് കാണിച്ച് അവളെ കൊണ്ട് ഒന്നൊരു ഉമ്മയൊക്കെ കുടിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകാറ്. ഇന്ന് അവളെ കണ്ടില്ല. അപ്പോൾ അതാ തിരിച്ചു വന്നു. ഞങ്ങളിപ്പോൾ 3 കുഞ്ഞുങ്ങളായി. അവർക്ക് ഞങ്ങൾ കുറച്ച് കഞ്ഞി വെച്ച് കൊടുത്താണ്. കഞ്ഞിയിൽ കുറച്ച് ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ആയിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ കമൻസിന് മറുപടി പറഞ്ഞില്ല. അതിലൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്വന്തമായിട്ട് പാല് കുടിച്ചു തുടങ്ങിയിട്ടാണ്. പാല് കുടിക്കുകയും ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി. അവർ സ്വന്തമായിട്ട് കഴിക്കും. അപ്പോൾ കഞ്ഞി കൊടുക്കും ഞങ്ങൾ. കഞ്ഞിയിൽ ചോറ് കുറച്ച് ഉടച്ച് അതിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ചിക്കൻ്റെ ഗ്രേവി, ചെറിയ ചെറിയ ചിക്കൻ പൊടിച്ചിട്ടതൊക്കെ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട് അവർ. സ്വന്തമായിട്ട് അവർ കഴിച്ചു തുടങ്ങി. പിന്നെ അമ്മയുടെ പാല് മണിക്കുട്ടി ഇപ്പോൾ അവർക്ക് അങ്ങനെ പാല് കൊടുക്കുന്നില്ല. വല്ലപ്പോഴൊക്കെ കൊടുക്കുന്നുള്ളൂ. ഉള്ള പാല് കുറഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അതിന് അവൾക്ക് വേദനിച്ചിട്ടോ എന്താണെന്ന് അറിയില്ല. അവൾ പാല് കൊടുക്കൽ ഇപ്പോൾ വളരെ കുറച്ചുണ്ട്. അമ്മേനെ കാണുമ്പോൾ കുട്ടികൾ ഓടിപ്പോയിട്ട് അമ്മേനെ ബലമായി പിടിച്ച് നിർത്തിയിട്ട് നിന്നിട്ടൊക്കെയാണ് ഇപ്പോൾ പാല് കുടിക്കണത്. അങ്ങനെയാണ് ഇപ്പോൾ പാല് കുടിക്കുന്നത്. അപ്പോൾ പാല് കൂടി അവർ കുറച്ചിട്ടുണ്ട്. അവർ സ്വയമായി ഭക്ഷണം കഴിച്ചു തുടങ്ങിയല്ലോ. അപ്പോൾ അതും നേരത്തെ ഒരു കമൻറ്റിന് പറയാനുള്ളൊരു മറുപടി കേട്ടോ. പിന്നെ ഇപ്പോൾ ആൾക്കാരൊക്കെ കൊണ്ടുപോയി അവർ രക്ഷപ്പെട്ട് എത്രയും വേഗം അവർ രക്ഷപ്പെട്ട് അവർ സേഫായിരിക്കട്ടെ. ഇവിടെ വന്നിട്ട് വേറെ വല്ല മൃഗങ്ങളോ വേറെ വല്ല ഇപ്പോൾ തെരുവ് പട്ടികളോ കുറുക്കന്മാരൊന്നും ഉപദ്രവിച്ച് അവർക്ക് ജീവഹാനി സംഭവിക്കല്ലേ എന്നുള്ളൊരു കാരണത്താലാണ് കേട്ടോ ഞങ്ങൾ എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കൊടുത്തു വിടണത്. പിന്നെ ഇന്ന് കൊടുത്തയച്ച മോളുട്ടി അവിടെ എത്തിയിട്ടാണ്. ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായി എത്തുമ്പോൾ, രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞ് എത്തുമ്പോൾ ഒരു 11 മണിയുടെ അടുത്താണ് അവരെത്തിയത്. അവർ വീട്ടിൽ കൊടുന്നു. അതിനെടുത്ത് പാലൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു. ആൾ ഉഷാറായിരിക്കുന്നു. വലിയൊരു യാത്ര കഴിഞ്ഞിട്ട് ചെറിയൊരു ക്ഷീണമുണ്ട്, എന്നാലും കുഴപ്പമില്ല, ആൾ സുഖമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് ഇതിന് മുന്നേ കൊടുത്തയച്ച ഒരു പട്ടിക്കുട്ടിയുടെ ഒരു വീഡിയോ ഞങ്ങളിതിൻ്റെ അവസാനം ഇടുന്നുണ്ട് കേട്ടോ. അവരൊക്കെ എത്ര ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ളത് നമുക്കത് കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ ഇടണം. അന്നേരമാണ് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് കമൻറ്റുകളൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തു വിട്ട ഒരു കുഞ്ഞിൻ്റെ വീഡിയോ ആണ് കേട്ടോ അതിന് ശേഷം ഞങ്ങൾ ഇടുന്നത്. അവളവിടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ആ വീഡിയോ ഇതിന് ശേഷം വരും കേട്ടോ. Bah.